ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST കുറിച്ചാണ്. ഓൾറെഡി GST എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പക്ഷേ അവിടെ നമ്മൾ GSTയുടെ 3 കോമ്പോണൻസിനെ കുറിച്ച് മാത്രം ജസ്റ്റ് അറിഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത്. SGST, CGST, IGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ 3 എന്താണെന്നും ആരാണ് ഇത് 3 ഇമ്പോസ് ചെയ്യുന്നത് എന്നുമാണ് നമ്മൾ ആ ഘട്ടത്തിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കണക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു ഡീലിങ്സ് നടത്തുമ്പോൾ, പർച്ചേസോ സെയിൽസോ നടത്തുമ്പോൾ എങ്ങനെയാണ് ഒരു GST അതിൽ ടാക്സ് ചുമത്തി കാണിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഒരു അക്കൗണ്ടന്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരിട്ട് പോകാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു ട്രാൻസാക്ഷൻ, ഒന്നല്ല ഒരു 4-5 ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കും. നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് മാറ്റി എഴുതി വെക്കുക. അതിനുശേഷം ഇതിന്റെ റിസൾട്ട്, അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് ചെയ്യും. നിങ്ങൾ ആദ്യം ഈ ഒരു ജേണൽ എൻട്രി എല്ലാവരും, ഈ ഒരു ട്രാൻസാക്ഷൻ എല്ലാവരും കൃത്യമായിട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതി വെക്ക്. ശരി, എല്ലാവരും കൃത്യമായിട്ട് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ആ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കാം. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പാസ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 6% ആൻഡ് SGST 6%, that all transaction occurred in Kerala. കേരളത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും SGST 6%, അതുപോലെ തന്നെ CGST 6% ചുമത്തുന്നു. അതായത് നിങ്ങൾ ഇനി താഴോട്ടുള്ള 5 ട്രാൻസാക്ഷൻ്റെ അകത്തും SGSTയും CGSTയും ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ SGST ചാർജ് ചെയ്യേണ്ടത് 6%, അതുപോലെ തന്നെ CGST ചാർജ് ചെയ്യേണ്ടത് 6% ആണ്. നിങ്ങളിവിടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. ഞാൻ മുന്നേ പറഞ്ഞതാണ്, എങ്കിലും മറന്നു പോയിട്ടുണ്ടാവും. ഞാനിവിടെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ്. അതായത് SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ഈ മൂന്നാമത്തതിന്റെ അർത്ഥം. അതാരാണ് ചുമത്തുന്നത്? ഇത് ഈ 3 ടാക്സും ഓരോരോ ഘട്ടത്തിൽ ഓരോരോ ഗവൺമെന്റ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. ഇത് സംസ്ഥാന ഗവൺമെന്റിലുള്ള ടാക്സ് ആണ്. നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് ഇവിടെ SGST നമ്മൾ ഇമ്പോസ് ചെയ്യേണ്ടത് 6% ആണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് CGST എന്നുള്ളത് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ്, കേന്ദ്ര ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ്. അത് ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ അതും 6% തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും കേരള സ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്നാണ് ഡീലിങ്സ് നടത്തുന്നത് എങ്കിലാണ് ഈ 2 ടാക്സും ഇമ്പോസ് ചെയ്യുക. അതായത് കേരളത്തിൽ ഞാനിപ്പം വടകരയുള്ള ഒരു വ്യക്തി, കുറ്റ്യാടിയുള്ള ഒരു വ്യക്തിക്ക് ഒരു സാധനം സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ 2 ടാക്സും ഇമ്പോസ് ചെയ്യും. ടോട്ടൽ 12% ഉണ്ടാകുക. അതിൽ 6% സംസ്ഥാന ഗവൺമെന്റിലേക്ക് പോകും, ബാക്കി 6% സെൻട്രൽ ഗവൺമെന്റിലോട്ട് പോകും. മനസ്സിലായിട്ടുണ്ടല്ലോ? അങ്ങനെ ടോട്ടൽ 6%, 6%, 12% ടാക്സ് ആണ് ഉണ്ടാകുക. എന്നാൽ 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള 2 വ്യക്തികളാണ് ഡീലിങ്സ് നടത്തുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ കേരളത്തിലുള്ള ഒരു വ്യക്തി, വടകര താമസിക്കുന്ന ഒരു വ്യക്തി, എന്റെ ഗുഡ്സ് ഞാൻ തമിഴ്നാട്ടിലുള്ള മറ്റൊരു വ്യക്തിക്കാണ് സെയിൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ബോത്ത് ദീസ് പേഴ്സൺസ് ബിലോങ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ്. ഒരാൾ കേരളത്തിലാണ്, മറ്റൊരാൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സാധനമാണ് ചുമത്തുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണോ? 6%, 6%, 12% ഒന്നിച്ചങ്ങ് കൊടുക്കുക. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളത് എന്നല്ലേ ഇന്റഗ്രേറ്റഡ്. ഓക്കെ, ഇതാണ് ഈ ടാക്സിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കണക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലേക്ക് പോകാം. ഞാനിവിടെ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുക, ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നതിലേക്ക് നോക്കുക. സുമൻ ബോട്ട് ഗുഡ്സ് വർത്ത് ₹2 lakh ഓൺ ക്രെഡിറ്റ്. സുമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സാധനം മേടിച്ചു.
2 ലക്ഷം രൂപയുടെ സാധനമാണ് മേടിച്ചത്, അത് കടത്തിനാണ് മേടിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, സുമൻ അക്കൗണ്ട് ക്രെഡിറ്റ്, ഇങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ ഈ കേസിൽ 2 ടാക്സും നമുക്ക് ഇമ്പോസ് ചെയ്യണം, അതായത് SGSTയും CGSTയും. പർച്ചേസ് എന്നുള്ളത് ഡെബിറ്റിലാണ് വരിക, പർച്ചേസ് ചെയ്യുമ്പോൾ GSTയും ഡെബിറ്റിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതിനെ ഇൻപുട്ട് എന്നാണ് പറയേണ്ടത്. ഇൻപുട്ട്, സാധനം മേടിക്കുന്നു, അപ്പോൾ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ ടാക്സ് അയാൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുക, അതിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്നാ പറയാ. SGST ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് SGST, ഇനി CGST ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് CGST, ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. മനസ്സിലാണ്ടോ? ഇതേ സമയം പിന്നെ അതർ ഹാൻഡിൽ സെയിൽസ് ആണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം ഒരു വ്യക്തിക്ക് വിൽക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനാണല്ലോ ഉണ്ടാകുക, അല്ലെ? അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുക വേണ്ടത്, ഇൻക്ലൂഡിങ് ടാക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഔട്ട്പുട്ട് എന്നാ പറയുക, ഇങ്ങോട്ട് കിട്ടുന്നതിന് ഔട്ട്പുട്ട്. കാരണം ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആ സാധനത്തിന്റെ വില ഇൻക്ലൂഡിങ് GST ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ അത് ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് എന്നും സെയിൽസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്നുമാണ് ഇവിടെ ടാക്സിനെ പറയുക. നിങ്ങൾ നോക്കിക്കോ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പ്രകാരം ഡേറ്റ് കൊടുക്കുക, പർച്ചേസ് അക്കൗണ്ട് DR, അല്ലെ? എത്രയാ? 2 lakh. അതിനുശേഷം ഇൻപുട്ട് SGST, ഇൻപുട്ട് SGST എത്രയാ? 6% അല്ലേ? 2 lakhന്റെ 6%, 12,000 ആണ് ഉണ്ടാവുക. അത് നമ്മൾ ഇവിടെ കാണിക്കും, 12,000. ഇനി ഇൻപുട്ട് CGSTയും കൂടെ ഉണ്ട്, അതും 2 lakhന്റെ 6% തന്നെയാണ് കാണിക്കേണ്ടത്. 12,000 അഗെയിൻ ടാക്സ് വരും. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ആണിത്, കേന്ദ്ര ഗവൺമെന്റ് ടാക്സ് ആണിത്. ഇത് രണ്ടും കൂടെ 2 lakhന്റെ സാധനം നമ്മൾ മേടിക്കുമ്പോൾ 12,000 24,000, അതായത് 24,000 rupees ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ടു സുമൻ അക്കൗണ്ട്. അപ്പൊ സുമൻ എത്രയാ? 2,24,000 രൂപയാണ് നമ്മൾ ടോട്ടൽ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൈമാറേണ്ടത്. ഇതിൽ സുമന് ആക്ച്വലി കിട്ടുന്ന പൈസ 2 ലക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ആ 12,000 എന്നുള്ള പൈസ അദ്ദേഹം ആർക്ക് അടച്ചു കൊടുക്കണം? ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സാ. അപ്പൊ ഗവൺമെന്റ് നേരിട്ട് കൊണ്ടുകൊടുക്കല്ല, ആരെടുത്താണോ സാധനം മേടിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുക, അദ്ദേഹമാണത് ഗവൺമെന്റിനെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ചങ്ങായി പൈസ എല്ലാം നമ്മളെടുത്ത് മേടിച്ചിട്ട് കറക്റ്റ് അങ്ങ് കൊടുക്കുമോ, കള്ളത്തരം കാണിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷെ അതൊരിക്കലും നടക്കില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇവിടെ ടാക്സ് എന്നുള്ള ഈ കാര്യത്തിൽ ഗവൺമെന്റ് അത്ര എന്ത് ചെയ്തിട്ടുണ്ട്? എൻഷുർ ചെയ്തിട്ടുണ്ട്, ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം ഇതുപോലെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കിട്ടുന്ന വലിയൊരു പൈസ ഇല്ലാണ്ടായി പോകും, അല്ലെ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്ക്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ വായിക്കുക. ഹി സോൾഡ് ഗുഡ്സ് 2,70,000 rupees ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള ഓൺ ക്രെഡിറ്റ്. ഇവിടെ ഞാൻ ഒന്നുകൂടി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചേഞ്ച് വരുത്താണ് ആ ട്രാൻസാക്ഷൻ്റെ അകത്ത്. ഹി സോൾഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് സുമൻ എന്നുള്ള വ്യക്തിയാണ് ഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സുമൻ വാങ്ങി എന്നല്ലേ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞത്. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിക്ക് 2,70,000 ഈ സാധനം വിറ്റു എന്നാണ് പറയുന്നത്. അതായത് കടത്തിനാണ് വിറ്റ് എന്നും പറയുന്നത്. ഞാനിവിടെ പറയാണ്, ഹരി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വ്യക്തി, അതായത് സുമൻ എന്ന് പറയുന്ന വ്യക്തി സാധനം വിറ്റത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ ക്രെഡിറ്റ് എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നോട്ടിൽ ഹരി എന്ന് എഴുതി വെച്ചോ. അപ്പൊ എങ്ങനെയാ? ഹരിക്ക് നമ്മൾ സാധനം കടത്തിന് വിറ്റു. എങ്ങനെയാ വരിക? ഹരി അക്കൗണ്ട് ഡെബിറ്റ്, ഹരി അക്കൗണ്ട് ഡെബിറ്റ്, അല്ലെ? എത്ര രൂപയ്ക്കാ? 2,70,000. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് സെയിൽ ചെയ്തു എന്നുള്ളത് ക്രെഡിറ്റ് സെയിൽസ് വരണം. ഞാൻ പറഞ്ഞിരുന്നു, സാധനം വിൽക്കുമ്പോൾ ഔട്ട്പുട്ട് ഇങ്ങോട്ടാണ് ടാക്സ് കിട്ടുക. ഞാനൊരു വ്യക്തിക്ക് സാധനം വിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ സാധനത്തിന്റെ വില ഉൾപ്പെടെ നികുതി ഉൾപ്പെടെ നമുക്ക് ഇങ്ങോട്ടാണ് ക്യാഷ് കിട്ടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എന്നാണ് അതിനെ പറയുക. ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് CGST. എത്രയാ? 2,70,000 മുകളിൽ 6%. ഓക്കെ, ഇവിടെയും 2,70,000 മുകളിൽ
6%. അത് പൈസ എത്ര ഉണ്ടെന്നുള്ളത് 16,200 ഉണ്ടാവും. 16,200 ക്രെഡിറ്റിലാണ് വരിക. ടു സെയിൽസ് എത്രയാ? 2,70,000. ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. നമുക്ക് ഇപ്പം പൈസ കിട്ടാൻ പോകുന്നത് സെയിൽ ചെയ്തത് 2,70,000 ആണ്. അപ്പോൾ ആ പൈസ നമുക്ക് കയ്യിലോട്ട് കിട്ടും. ഇനി 16,200 നമുക്ക് ടാക്സ് ആയിട്ട് കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റ് ടാക്സ് ആണ്. അതുപോലെ തന്നെ 16,200 സംസ്ഥാന ഗവൺമെന്റ് SGST ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ ടോട്ടൽ ഈ ഹരി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തരേണ്ട പൈസ ഇതും കൂട്ടിയിട്ടുള്ള പൈസയാണ്. അത് 3 lakh മുകളിൽ വരും. 3,02,400 ആണ് വരിക. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ 2 ലക്ഷത്തിന് ഒരു സാധനം മേടിച്ചു. 2 ലക്ഷമാണ് സാധനത്തിന്റെ വില. അപ്പോൾ അതിന് ടാക്സ് ആയിട്ട് 12,000 കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ടോട്ടൽ ഞാൻ എത്ര രൂപ കൊടുത്ത്? 2,24,000 രൂപ കൊടുക്കേണ്ടി വന്നു. ഇതേ സാധനമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? 3,02,400 വിൽക്കുന്നത്. ഓക്കെ, സാധനത്തിന്റെ വില 2,000 ഇവിടെ 2,70,000 ആയിരുന്നു. അതുകൂടാണ്ട് അതിന്റെ ടാക്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഞാൻ വാങ്ങിയപ്പോൾ 12,000 ടാക്സ് കൊടുത്തത്. അതേ സാധനം വിറ്റപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ ടാക്സ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഈ ഒരു പൈസയും അതുപോലെ ഈ ഒരു പൈസയും ഇതിനേക്കാളും കൂടുതലല്ലേ ഇത് രണ്ടും വരുന്നത്? എത്ര രൂപ കൂടുതലാണ്? അത്രയും പൈസ നമ്മളെ കയ്യിൽ അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കണേ, നിങ്ങൾ വാങ്ങിയ സമയത്ത് ഇത് കൊടുത്തു 24,000 കൊടുത്തു. അതേ സാധനം വിറ്റ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയ പൈസ 16,200 അതായത് 32,400 കിട്ടിയിട്ടുണ്ട്. 24,000 കൊടുത്തു, പകരം 34,200 ടാക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് അവിടെ ഒന്നും നഷ്ടപ്പെട്ടില്ല. നിങ്ങൾ അധികമായിട്ട് കൊടുത്ത പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിലേക്ക് അടച്ച്, അധികമായിട്ട് നിങ്ങൾ കയ്യിലോട്ട് വാങ്ങി വെച്ച പൈസ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കുക. 24 നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാം, 24,000. അതും കഴിച്ചിട്ട് ബാക്കി ഒരു പൈസ ബാലൻസ് നിങ്ങളായി കിട്ടുന്നുണ്ട്. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യാം? ഈ ടാക്സ് ഗവൺമെന്റിലേക്ക് നമ്മൾ അടച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ഈ ഒന്നാമത് മേടിച്ച ചങ്ങായി ഉണ്ടല്ലോ, ആര്? സുമൻ. അദ്ദേഹം ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാകുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് GSTയുടെ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇത് ഇനി എങ്ങനെയാണ് ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യണം. ആ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മളത് പേ ചെയ്യുന്നതായിട്ടും കൂടെ ഞാനിവിടെ എന്ത് ചെയ്യാം? കാണിച്ച് തരാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്ക്. ട്രാൻസ്പോർട്ട് ചാർജ് പേ ചെയ്തതാണ്. ഓക്കെ, അതായത് നമുക്ക് വണ്ടിക്കൂലി കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ വണ്ടിക്കൂലി കൊടുത്തത് 16,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ എന്താ വരിക? ട്രാൻസ്പോർട്ട് ചാർജ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ടു ബാങ്ക്, അല്ലെ? ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ടു ബാങ്ക്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടാക്സ് ഇമ്പോസ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ വിചാരിക്കും സാധനം മേടിക്കുമ്പോഴും സാധനം വിൽക്കുമ്പോഴും മാത്രമാണ് ഈ SGSTയും CGST ഇമ്പോസ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെയാണ് ചെയ്യാം. നോക്കിക്കോ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുക. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എത്രയാ പൈസ വരുന്നത്? 20,000 അല്ലേ? ടു ക്യാഷ് ആണ് വരിക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ടു ബാങ്കിൽ നിന്ന്. ഇതിന്റെ കൂടെ നിങ്ങൾ SGSTയും CGSTയും പേ ചെയ്യണം. പണ്ട് തന്നെ നമ്മൾ വണ്ടിക്ക് ഒരു കൂലി കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വീണ്ടും നികുതി കൊടുക്കുന്നത്? അങ്ങനെയാണ് നമ്മുടെ നികുതി സമ്പ്രദായം, അല്ലെങ്കിൽ ഈ GST സമ്പ്രദായം. അപ്പൊ അതുകൊണ്ടാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പാരയാണ് എന്നൊക്കെ പൊതുവിൽ പറയുന്നതിന് കാരണം. ഓക്കെ, അപ്പൊ അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് ഒന്നും നമ്മളിപ്പം പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സംഗതിക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പൈസ കൊടുക്കുകയാണല്ലോ, നമ്മളൊരു വണ്ടിക്ക് പൈസ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ അതിന്റെ ബില്ല് തരും. ആ ബില്ല് തരുമ്പോൾ ഇൻക്ലൂഡിങ് GST ആണ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കൊടുക്കുമ്പോൾ അതിന് ഇൻപുട്ട് എന്നാണ് പറയാം. ഇൻപുട്ട് അത് ഡെബിറ്റിലാണ് വരിക. ഇൻപുട്ട് SGST, ഇൻപുട്ട് CGST. ഓക്കെ, എത്ര? 20,000 6%. 20,000 6%. സെയിം ഇവിടെയും
1200 എന്ന് വരും. ടു ക്യാഷ് ഓക്കെ എത്ര 22,400. ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഒരു പൈസ അധികം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നിങ്ങൾ എത്ര അങ്ങോട്ട് കൊടുത്തോ എത്ര ഇങ്ങോട്ട് കിട്ടിയോ, നിങ്ങൾ എത്ര അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പൈസ ഈ കിട്ടിയ GST-യിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങെടുക്കാം. ബാക്കിയുള്ള പൈസ എന്തായാലും കൂടുതൽ ബാക്കി ഉണ്ടാവും, 99% അങ്ങനെ ഉണ്ടാകുക. അത് നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് രാജ്യത്തുള്ള GST-യുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, ഈ ഇൻപുട്ട് കൊടുത്ത ഇൻപുട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആണോ കൂടുതലുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഇത് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്ക്, ഫസ്റ്റ് നമ്മൾ ഒരു ടാക്സ് കൊടുത്തുകൊണ്ട് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അവിടെ ഇൻപുട്ട് 12,000 ആണ് കൊടുത്തത്. 12,000 24,000 അതുപോലെ തന്നെ സെയിൽസ് നടത്തിയപ്പോൾ 16,200 അങ്ങനെ 32,400 അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇവിടെ കണക്ക് കൂട്ടി അല്ലെങ്കിൽ ഏതാണോ കൂടുതലുള്ളത് എന്നത് മാച്ച് ചെയ്ത് നോക്കുന്നതാണെങ്കിൽ അത് ഇങ്ങനെയാണ് ചെയ്യുക. നോക്കിക്കോ, ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം ആ ഔട്ട്പുട്ടിനെ എടുത്ത് എഴുതുക. അതായത് നമുക്ക് ഗവൺമെന്റിലോട്ട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങി വെച്ച ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് ഗവൺമെന്റിലോട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ നേരെ അതിനെന്ത് ചെയ്യണം, മുകളിലോട്ട് മാറ്റണം. അതായത് ഔട്ട്പുട്ട് SGST-യും ഔട്ട്പുട്ട് CGST-യും നിങ്ങൾ ഓൾറെഡി ക്രെഡിറ്റിലാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതിന്റെ ഈ 2 ടാക്സും ഇങ്ങോട്ട് വന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഇതിപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്, അതായത് ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് CGST അത് എത്രത്തോളമായിരുന്നു, അതിന്റെ ടാക്സ് 16,200. അതായത് ആ സെയിൽസിലുള്ള എമൗണ്ടും ആ സെയിൽസിലുള്ള ഔട്ട്പുട്ടാണ് ഈ എഴുതിയത്. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ടു ഇൻപുട്ട് SGST ടു ഇൻപുട്ട് CGST. ഓക്കെ, എത്രയായിരുന്നു ആദ്യത്തെ ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള മാത്രമാണ് ഞാൻ ഇവിടെ എഴുതുന്നത് 12,000. ആക്ച്വലി ഇപ്പം ഞാൻ തൊട്ട് താഴെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്നുള്ള അതിൻ്റെ അകത്തും ഒരു ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇവിടെ എഴുതണം കേട്ടോ. ഞാൻ അതൊന്നും എഴുതുന്നില്ല. നിങ്ങൾ ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എഴുതുമ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പുറം ഇപ്പുറം മാറ്റി എഴുതിയതിന് ശേഷമാണ് അത് രണ്ടും കൂട്ടിയിട്ട് എവിടെയാണോ കൂടുതലുള്ളത് അങ്ങനെ അതിനെ സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പേയ്മെന്റ് നടത്തി അതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതുപോലെ ഈ 2 സാധനം മാത്രം എടുത്തിട്ട്, പർച്ചേസും സെയിൽസും മാത്രം എടുത്തിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് പേ ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്ര ഉണ്ട്, 32,400, ഇവിടെ 24,000. ആ ഒരു വ്യത്യാസം എത്രയാണ്, വ്യത്യാസം ആ ഒരു വ്യത്യാസമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 8,400. ഓക്കെ, അതായത് ഇവിടെ ഒരു വ്യത്യാസം ഉണ്ട്, 4,200 രൂപ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, 4,200 രൂപ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ 8,400 രൂപയാണ് ടോട്ടൽ ഡിഫറൻസ് വരുന്നത്. ആ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അധികമായിട്ട് നമ്മുടെ കയ്യിലോട്ട് വാങ്ങി വെച്ചിട്ടുള്ള പൈസയാണ് അല്ലെ, ഇവിടെ വന്നിട്ടുള്ള പൈസയാണ്. അപ്പൊ അത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കും. അതിന് നമ്മൾ ടു നെറ്റ് SGST ആൻഡ് CGST പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുള്ളത് അല്ലെ, ഇതാണ് ആ ക്യാഷ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ് SGST പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടിന്റെ ഡിഫറൻസ്, അതായത് ഇതിന്റെ പകുതി ആ പൈസ ഇവിടെ കാണിക്കാം. നെറ്റ് CGST എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ള പകുതി കാണിക്കാം. ഞാനിവിടെ ടോട്ടൽ ആയിട്ട് അങ്ങ് എഴുതിയ ആ ഡിഫറൻസ്, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് അങ്ങ് എഴുതിയതാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് അതിനെ മുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഒരു വർഷത്തിൽ ഒരു ബിസിനസ്സിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും എടുത്തിട്ട് അതിന്റെ എല്ലാ ഔട്ട്പുട്ട് SGST CGST-യും അതുപോലെ എല്ലാ ഇൻപുട്ട് SGST-യും CGST-യും കണക്ക് കൂട്ടി ആ ബാലൻസ് ആണ് ഗവൺമെന്റിലോട്ട് നമ്മൾ ഇതുപോലെ അടച്ച് കൊടുക്കുക. സ്വാഭാവികമായിട്ടും അടച്ചു കൊടുക്കാൻ പൊതുവിൽ എപ്പോഴും അങ്ങോട്ട് കൊടുക്കാനാണ് ഉണ്ടാകുക. ഏതെങ്കിലും കേസിൽ ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. എന്നതിന് ശേഷം ബാക്കിയുള്ളതേ അങ്ങോട്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു കണക്ക് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എല്ലാവരും നന്നായിട്ട് ചെയ്യുക. അപ്പൊ ഈ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വീണ്ടും അടുത്ത ക്ലാസ് കാണുന്നവരെ see you, bye.